എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു. കാണം വിറ്റും ഓണം ആഘോഷിക്കണം എന്ന് കേരളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാൽ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇടത്തരം നഗരപ്രദേശങ്ങളിലൊന്നും ഒരു മനുഷ്യർക്കും കാണം ആവശ്യമില്ലെന്നായി. എന്ന് പറഞ്ഞാൽ വസ്തു ആവശ്യമില്ലെന്നായി. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും ഓണം ഇപ്പോൾ ഒരാഘോഷം ഒന്നുമല്ല. പിന്നെ അവർ കഴിയുന്നത് പോലെയൊക്കെ അങ്ങ് ആഘോഷമാണെന്ന് അഭിനയിക്കുന്നു, അത്രമാത്രം. എൻ്റെ വീഡിയോകളുടെ അടിയിൽ ചിലരെങ്കിലും കമൻ്റ് എഴുതി വയ്ക്കാറുണ്ട്, നിങ്ങൾ അശ്ലീലം പറയരുത്, നിങ്ങൾ സഭ്യമല്ലാത്ത ഭാഷ പറയരുത്, നിങ്ങൾ പൊതുസ്ഥലത്ത് സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കണം. അവരോട് ഞാൻ പറയട്ടെ, തെറി പറയാൻ വേണ്ടി മാത്രം വീഡിയോ കാണുന്നവരുണ്ട്. ഇത് കൂടുതലും ഞങ്ങളുടെ വാട്സാപ്പിലും മെസ്സഞ്ചറിലും ഒക്കെയാണ് വരുന്നത്. അവർ വീഡിയോ കാണുന്നില്ല, വന്ന് പരത്തെറി കമൻ്റ് എഴുതി വെച്ചിട്ട് പോന്നു. അവരോട് പറയട്ടെ, നമ്മുടെ ചാനൽ 24 മണിക്കൂറും മോണിറ്റ് ചെയ്യുന്ന നല്ലൊരു ടീം ഞങ്ങളുടെ കൂടെയുണ്ട്. ഒരു പരിധി വരെ അവർ കമൻറ്റുകളോട് പ്രതികരിക്കാറില്ല. പക്ഷേ ഒരു കാര്യവുമില്ലാതെ തെറിവിളി കൂടുമ്പോൾ അവർ കണക്കിന് തിരിച്ചു കൊടുക്കുകയുണ്ട്. കാരണം ഇത് നിയമപരമായിട്ട് ചെയ്യാമെങ്കിൽ എല്ലാവർക്കും ചെയ്യാമല്ലോ. അതുകൊണ്ട് തെറി കമൻറ്റുമായി വരുന്നവർ ഓർക്കുക, നിങ്ങൾ തെറി പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പൾ ഞങ്ങളുടെ ആളാണെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരു മയവും പ്രതീക്ഷിക്കേണ്ട. ഈ തെറിയുമായിട്ട് പ്രധാനമായിട്ട് വരുന്ന ആരാന്നറിയാമോ? കൃഷി വകുപ്പ്, ഹെൽത്ത്, MVD, അധ്യാപകർ, ഇവരൊക്കെയാണ് കൂടുതലും. ഇതൊക്കെ കാണുന്ന നമ്മുടെ നല്ലവരായ പ്രേക്ഷകർ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. കിട്ടുന്നത് തിരിച്ചു കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഞാൻ സംസാരിക്കുന്നത് എനിക്കോ എൻ്റെ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല, നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. മലയാളികളിൽ ഭൂരിപക്ഷത്തിൻ്റെയും ഇന്നുള്ള പ്രധാന കുഴപ്പം എന്താണെന്നറിയാമോ? അവർ എന്ത് വൃത്തികേടും കാണിക്കും, പക്ഷെ പറയാൻ പാടില്ല. അവർക്ക് തരപ്പടിക്കാരുടെ ഇടയിലായിരിക്കുമ്പോൾ അവർ ഏത് ഭാഷയെ സംസാരിക്കും. പക്ഷെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവർ ഭയങ്കര മന്യന്മാർ ആയിരിക്കും. ഇത് സത്യത്തിലൊരു അഭിനയമാണ്. ഒരിക്കലൊരു ഹോസ്പിറ്റലിൻ്റെ ചീഫ് അക്കൗണ്ടൻ്റ് ആയിരുന്ന ഒരു സ്ത്രീ, ഞങ്ങൾ ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ ആ സ്ത്രീയോട് ചോദിച്ചു, ഭാഷ ഒരല്പം മോശമല്ലേ? അപ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ആ സ്ത്രീ പറയാ, എന്നാ മോശം, നമ്മളെല്ലാം നമ്മുടെ വീടുകളിൽ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകളുടെ അത്രയൊന്നും ഇദ്ദേഹം പറയുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എൻ്റെ ഭാഷ മോശമാണ് എന്ന അമ്മച്ചിക്ക് അഭിപ്രായമുണ്ടോ? അമ്മച്ചി എൻ്റെ എല്ലാ വീഡിയോയും കൃത്യമായിട്ട് കാണുന്നതാണ്. അത് അമ്മച്ചി മകനെ കൊണ്ട് TV ഇടിച്ചിട്ടാണ് ആ വീഡിയോ കാണുന്നത്. അമ്മച്ചി പറഞ്ഞു, സജി, ഭാഷ നല്ലതുള്ള ആളുകൾ അവന്മാരൊന്നും സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നില്ലല്ലോ, അവന്മാർക്ക് സംസാരിക്കാനുള്ള ധൈര്യവും ഇല്ലല്ലോ, പൊതുജനത്തിന് വേണ്ടി ശക്തമായി സംസാരിക്കാൻ കഴിവില്ലാത്ത അത്തരം മൊണ്ണകളെ മൈൻഡ് ചെയ്യണ്ട. എന്നിട്ട് അമ്മച്ചി ഒരു ഉദാഹരണോടെ പറഞ്ഞു, സജി, കൈക്കൂലി മേടിക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? അതിനകത്തൊരു അശ്ലീലമില്ലേ? അതിനകത്തൊരു മാന്യതക്കേടില്ലേ? അതിനകത്തൊരു സഭ്യതയില്ലായ്മയില്ലേ? ഞാൻ പറഞ്ഞു, ഉണ്ടമ്മച്ചി. അമ്മച്ചി പറഞ്ഞു, കേരളത്തിൽ കൈക്കൂലി മേടിക്കാത്ത എത്ര ഉദ്യോഗസ്ഥന്മാർ മാന്യന്മാരുണ്ടോ? അമ്മച്ചി തന്നെ പറഞ്ഞു, കുറച്ച് അധ്യാപകർ കാണുമായിരിക്കും. പക്ഷേ കേരളത്തിലെ സാമൂഹിക സംഘടനകളുടെയും മതസംഘടനകളുടെയും മത നേതാക്കന്മാരെയും ഒക്കെ ദുരുപദേശങ്ങൾ കൊടുത്ത് നശിപ്പിക്കുന്നത് ആരാന്ന് സജിക്ക് അറിയാവോന്ന് ചോദിച്ചു. എന്നിട്ട് അമ്മച്ചി പറയാം, അത് ശരിക്കും അധ്യാപകരാണ്, പ്രത്യേകിച്ച് റിട്ടയർഡ് അധ്യാപകർ. ശരിക്കും അതും ഒരു അശ്ലീലതയും സഭ്യതയില്ലായ്മയും കൊള്ളരുതിയില്ലായ്മയും ആണ് എന്ന് അമ്മച്ചി പറയാം. ഇങ്ങനെ ഞാൻ പലരോട് ചോദിച്ചപ്പോൾ നേരായി ജീവിക്കുന്ന ആളുകളെല്ലാം തന്നെ എന്നോടൊരു കാര്യം പറഞ്ഞു, സജി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കൂ, ഭാഷയൊന്നും മാറ്റാൻ പോകണ്ട, അങ്ങനെ മാറ്റിയാൽ പിന്നെ സജി അല്ലെന്നായി പോകും. സജി കാര്യങ്ങൾ പറയരുത് എന്ന് ആഗ്രഹിക്കുന്ന 20 ലക്ഷത്തിൽ താഴെ വരുന്ന അധികാരവർഗത്തിൽപ്പെട്ടവന്മാരാണ് ഇത്തരം കപട സദാചാരം എഴുതി വെക്കുന്നത്. നിങ്ങൾക്കറിയാവോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന രാത്രി 10 മണിക്കും വെളുപ്പിനെ 5 മണിക്കും ഇടയിലാണ്. അത് 40 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള കളവന്മാരും തൈക്കളവന്മാരുമാണ് കൂടുതലും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നറിയാവോ? ഭൂരിപക്ഷവും അശ്ലീല സൈറ്റുകൾ കാണാൻ വേണ്ടി എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഇവരെല്ലാം പകൽ സമയത്ത് ഭയങ്കര മാന്യന്മാരും ഭയങ്കര യോഗ്യന്മാരും ആണ്, രാത്രിയിൽ വേണ്ടാത്ത പണി. കാര്യം മലയാളികൾ എന്തൊക്കെ തെറി വിളിച്ചാലും
ഉടുമ്പൻചോല MLA-യും മുൻ വൈദ്യുത മന്ത്രിയുമായിരുന്ന മണിയാശാൻ, നിങ്ങൾ അങ്ങേരുടെ അടുത്ത് ഒരു കാര്യത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം ആരെയും നിരാശനാക്കിയിട്ടില്ല. ആ മനുഷ്യൻ ഹൃദയത്തിലുള്ളത് അതുപോലെ അങ്ങ് വിളിച്ചു പറയും. കപട സദാചാരികൾക്ക് ഇത് അത്ര അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുകയില്ലെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒരു ഉദാഹരണം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. PR ഏജൻസിക്കാർ എഴുതി കൊടുക്കുന്നത് മുക്കി വായിക്കുമ്പോൾ അങ്ങേരുടെ പ്രസംഗത്തിനകത്തൊന്നും മോശം വരികയില്ല. കേട്ടിട്ടില്ലേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം പൊങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാൽ കോന്നിയിൽ ഒരു പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ എഴുന്നേറ്റെന്ന് ചോദിച്ചാൽ, സഖാവേ ഒരു സംശയമുണ്ട്, ഈ 82 വയസ്സ് പ്രായമുള്ള ആ മനുഷ്യനെ ഒറ്റയടിക്ക് പറഞ്ഞു അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അർത്ഥം എന്താ? മധ്യ കേരളത്തിലെ എൻ്റെ അർത്ഥം വീട്ടിൽ പോയി നിൻ്റെ തന്തയോടോ തള്ളയോടോ ചോദ്യയുടെ മാറ്റവനെന്നാകില്ല അങ്ങനെ പറഞ്ഞത്. അർത്ഥം അതല്ലേ? PR വർക്കുകാർ എഴുതി കൊടുത്തത് വായിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ അഭിനയിക്കുക, കേരളത്തിലെ ഏറ്റവും നല്ല നടൻ. എന്നാൽ അയാളുടെ അകത്തുള്ള ഒറിജിനൽ മനുഷ്യനാണ്, അല്ലെ ഒറിജിനൽ സ്വഭാവമാണ് വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞത്. ഇനി 2ാമത്തെ ഉദാഹരണം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ. അങ്ങേര് ലോക അഭിനേതാവാം. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് കാണുന്ന ഈ എന്നും പറഞ്ഞ് ചിരിച്ച മുഖമാണ് യഥാർത്ഥത്തിലുള്ള VD സതീശൻ എന്ന്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിലെ മന്ത്രിമാരെക്കുറിച്ച് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത്, ഇത്രയും വിവരദോഷികളായ മന്ത്രിമാരെ വെച്ച് ഭരിച്ചാൽ ഈ നാടെങ്ങനെ മുന്നോട്ട് പോകും. എന്നാൽ VD സതീശൻ്റെ മന്ത്രിസഭയിൽ എത്ര വിവരദോഷികളുണ്ട്? മഴ വന്നാൽ കുഴി വരും. ആരോഗ്യമന്ത്രി എന്നതൊക്കെയാണ് പറയുന്നത്. വേറെ എത്ര വിവരമില്ലാത്ത മന്ത്രിമാരുണ്ട്. എന്നാൽ ഇവനല്ല ഈ വിവരക്കേട് വിളിച്ചു പറയുമ്പം VD സതീശൻ അഭിനയിക്കുന്ന ആളല്ലായിരുന്നെങ്കിൽ അയാൾ മുമ്പ് പറഞ്ഞ കാര്യം കൃത്യമായി ഓർക്കുകയും ഈ വിവരദോഷികളായ മന്ത്രിമാരെ ഒഴിവാക്കുകയും ചെയ്യലായിരുന്നോ? പക്ഷേ ചെയ്യുന്നില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഓസ്കാർ അവാർഡ് നേടിയ ആളാണ്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ തെളിവ്. ഇനി കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 14 ജില്ലകളിലും വാക്കുകൾക്ക് ചെറിയ തോതിലുള്ള അർത്ഥവ്യത്യാസവും ആ സ്ലാങ് വ്യത്യാസവും ഒക്കെ ഉണ്ട്. കേരളത്തിൽ പല സ്ഥലത്തും പലവിധ പ്രയോഗങ്ങളും മറ്റ് സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് കുഴപ്പങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ജില്ലകളിൽ പോലും വാക്കുകൾക്ക് പ്രയോഗങ്ങൾക്ക് അർത്ഥവ്യത്യാസം ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ 14 ജില്ലകളിലെ ആളുകളെയും തൃപ്തിപ്പെടുത്തി ഹൃദയത്തിനകത്ത് നിന്ന് ഒരു കാര്യം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് അച്ചടി ഭാഷ ഉപയോഗിച്ച് കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ അഭിനയിച്ച് പറയേണ്ടി വരും. എന്നെ സംബന്ധിച്ച് ഞാൻ അതിന് തയ്യാറല്ല താനും. ഇനി ലക്ഷ്യങ്ങൾ തമ്മിലുള്ള ചില വ്യത്യാസമുണ്ട്. ചിലർക്ക് ചാനലുകളിൽ വീഡിയോ ഇറക്കുന്നത് അവരുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ്, ചിലർക്ക് പണത്തിന് വേണ്ടിയാണ്, ചിലർക്ക് പ്രശസ്തിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധ ലക്ഷ്യങ്ങളുണ്ടാകാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലക്ഷ്യം കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക എന്നത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിരന്തര പഠനങ്ങളിലൂടെ ഞങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളുടെ ഭീകരത മനസ്സിലാക്കുമ്പോഴാണ് ഞങ്ങൾ ഇത്രയും രൂക്ഷമായിട്ട് സംസാരിക്കുന്നത്. കാര്യങ്ങളുടെ ഭീകരത നിങ്ങൾക്കും പിടികിട്ടിയാൽ, നിങ്ങളെയും ഇന്ന് ബാധിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ യഥാർത്ഥ ഗൗരവം പിടികിട്ടിയാൽ നിങ്ങൾ ഇതിലും രൂക്ഷമായിട്ട് പ്രതികരിക്കും. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ പെൻഷൻകാരുടെയും യഥാർത്ഥ ലക്ഷ്യം കേരളം നന്നാക്കുക എന്നല്ല, 3,40,00,000 പൊതുജനത്തിൻ്റെ സകല സമ്പാദ്യങ്ങളും എങ്ങനെ അടിച്ചു മാറ്റാം എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ല, ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന പ്രഖ്യാപിക്കട്ടെ, ഇനി മുതൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ജനസേവനം മുൻനിർത്തി ഒരു കാരണവശാലും നമ്മൾ 5 പൈസ കൈക്കൂലി മേടിക്കുന്നില്ല. പ്രഖ്യാപിക്കാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് ഈ കിട്ടുന്ന ശമ്പളവും നഷ്ടത്തിലോടുന്ന സർക്കാരിൻ്റെ ബോണസും പെൻഷനും ഒക്കെ മതി, ഞങ്ങൾ ഇനി 1 രൂപ പോലും കൈക്കൂലി മേടിക്കുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ? ഇല്ലല്ലോ. ഈയിടെ ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, പെൻഷൻ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, 1600 രൂപ വെച്ച് പൊതുജനങ്ങൾക്കും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ലേ? പക്ഷേ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ ചുരുക്കം ദിവസം കൊണ്ട് സർക്കാർ തിരികെ എത്തും. എങ്ങനെ തിരികെ സർക്കാരിൽ എത്തിക്കാം എന്ന് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ പഠിച്ചിട്ടാണ് പൊതുജനത്തിന് പെൻഷൻ നൽകുന്നത്. അതും ഈ 1600 രൂപ. അത്യാവശ്യ സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഈ 1600 രൂപ വിവിധ നികുതികളായിട്ട് സർക്കാർ ചെല്ലും. ഇതിൻ്റെ ഭീകരതകൾ ശരിക്കും സാമ്പത്തിക മേഖലയിലുള്ള ഭരണകൂട ഭീകരതകൾ ഞങ്ങൾക്ക് മനസ്സിലായ ശേഷമാണ്
ഞങ്ങൾ ഇത്രയും രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 3 മാസത്തിനിടയ്ക്ക് അരിക്ക് 10 രൂപ വില കൂടി. ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഒരു അടിമക്കൊങ്ങി എഴുതി വെച്ചു. വി ഡി സതീശൻ്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല. ഞങ്ങൾ സതീശൻ്റെ വടിയുടെ വണ്ണത്തെക്കുറിച്ചോ വളവിനെക്കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത്. അരിക്ക് 10 രൂപ കൂടി എന്നാണ് പറഞ്ഞത്. ഇതെല്ലാവരെയും ബാധിച്ചു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതെന്നെ ആളുകൾക്ക് മനസ്സിലാകാത്തത്. ഒന്നാമത്, ഞങ്ങളുടെ വീഡിയോകൾ രാഷ്ട്രീയ ചായ്വോടുകൂടി നിന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാകുകയില്ല, ഇഷ്ടപ്പെടുകയില്ലത്. നിങ്ങളൊരു നിഷ്പക്ഷ മലയാളി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ആസ്വാദ്യകരമാകൂ. ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻകാരുടെയും കണ്ണിൽ കൂടെ നോക്കിയാലും ഞങ്ങളുടെ വീഡിയോകൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. പക്ഷെ കഷ്ടം അനുഭവിക്കുന്ന ആവറേജ് മലയാളിക്കെല്ലാം കാര്യം മനസ്സിലാക്കും. അവരാണ് ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ പിൻബലവും ഒക്കെ. ഞങ്ങൾ പറയുന്നത് 3,60,00,000 മലയാളികളും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കുന്ന കേരളത്തെക്കുറിച്ചാണ്. കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും അവരുടെ പെൻഷൻകാരും അവരുടെ അടിമകളും ചിന്തിക്കുന്നത് അവർക്ക് എങ്ങനെ കേരളത്തിലെ മറ്റ് ജനങ്ങളെ കൊള്ളയടിക്കാമെന്നാണ്. നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാകുകയാണെങ്കിൽ, മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കാൻ നിങ്ങൾക്ക് നട്ടലിൻ്റെ സ്ഥാനത്ത് റബ്ബറല്ല എങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതിലും രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കും. കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങളിൽ ഭൂരിപക്ഷത്തിനും പൊതുജനത്തോട് യാതൊരു താല്പര്യവും ഇല്ലാത്തതുകൊണ്ടാണ് അവർ എഴുതി വെച്ച കാര്യങ്ങൾ അച്ചടി ഭാഷയിൽ വായിച്ച് ജനത്തിനെ കേൾപ്പിക്കുന്നത്. അതിനകത്ത് ഹൃദയവും സത്യവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് രൂക്ഷമായ ഒരു വാക്കുകളും വരികയില്ല. എന്നെ സംബന്ധിച്ച് ഹൃദയത്തിൽ നിന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ രൂക്ഷമാകുന്നത്. ഇനി എൻ്റെ സ്വരത്തിനെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ പറയട്ടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരുത്തൻ എഴുതി വെച്ചു, ഈ എരുമയുടെ സ്വരം പോലെയാണ്. എനിക്ക് ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ട്രോക്ക് ഉണ്ടായിരുന്നു. അതോടുകൂടി എൻ്റെ ഒരു ചെവിയുടെ കേൾവി ശക്തി 50% നഷ്ടപ്പെട്ടു. അതിനുശേഷം എനിക്ക് ശബ്ദത്തെ നിയന്ത്രിക്കാൻ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ നെറ്റിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് സൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. എനിക്ക് പക്ഷേ ഈ ചെവി പോയതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സൈഡിലാണ്. അതുകൊണ്ട് എനിക്ക് ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ചിലപ്പം ശബ്ദം കൂടാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ശബ്ദത്തിൽ ഉയർച്ചയും പതർച്ചയും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഉയർച്ചയും പതർച്ചയും ഒക്കെ ഉണ്ടായാലും അതെല്ലാം ചില ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ ഞാൻ മദ്യപിക്കുന്ന ആളല്ല, വർഷങ്ങളായിട്ട് ഒരു 20-25 വർഷമായിട്ട് ഞാൻ മദ്യപിക്കുന്ന ആളല്ല, പുകവലിക്കുന്ന ആളല്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുക ഒന്നും ചെയ്യുന്ന ആളല്ല. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ നാടിനെ ഓർക്കുമ്പോൾ, കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടെത്തിയത് കൊണ്ടാണ് പലപ്പോഴും എനിക്ക് രോഷം ഉണ്ടാകുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ പുതിയ ഗവൺമെൻറ് കയറിയ പിന്നെ 3 മാസം കൊണ്ട് ഏതാണ്ട് 15,600 കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ജനത്തിനെ നന്നാക്കാൻ വേണ്ടി ഒന്നും എടുത്തതല്ല. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും ബോണസും കീണസും എല്ലാം കൂടെ വീതിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ മുഖ്യമന്ത്രി കയറുമ്പോൾ പുള്ളി പറഞ്ഞു, പൂവിനകത്തുനിന്ന് പൂമ്പാറ്റ തേൻ ഊറ്റുന്നത് പോലെ നികുതി പിരിക്കണം. ഞാൻ അങ്ങനെ പിരിക്കും. വരുമാനം കൂട്ടാൻ എന്താ വഴിയെന്ന് ഉദ്യോഗസ്ഥ പ്രമാണിമാരോട് ചോദിക്കുമ്പോൾ അവന്മാർ പറയും നികുതി വരുമാനം കൂട്ടണം എന്ന് പറഞ്ഞാൽ എന്നാ, ആൾക്കാരെ ഇനിയും പിഴിയണം. പണ്ട് റോഡ് സൈഡിൽ നിന്നൊരു മല്ലൻ ഒരു മാമ്പഴം ഇങ്ങനെ പിഴിയുക, ഞെക്കി പിഴിഞ്ഞ് അവസാനം അയാൾ പറഞ്ഞു, ഇനി ഇതിനകത്തുനിന്ന് ഒരു തുള്ളിയേലും ഞെക്കി ചാടിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവന് ഞാനൊരു അവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് മെലിഞ്ഞ ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ മാങ്ങാണ്ടി മേടിച്ചിട്ട് മെക്കി ഒരു 5-6 തുള്ളി താവട്ടി അടിച്ചു. അപ്പോൾ ഈ മല്ലൻ അത്ഭുതപ്പെട്ടു പോയി. മല്ലൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ജോലി എന്താണ്? അയാൾ പറഞ്ഞു, ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഒന്നുമില്ലാത്ത ഉണക്കപ്പൂവിനകത്തൊന്നും അവൻ ഞെക്കി തേനെടുക്കും. മുഖ്യമന്ത്രിയോട് പറയട്ടെ, കേരളത്തിലെ പൂവെല്ലാം ഉണങ്ങി നശിച്ച് നാരായണക്കല്ലെടുത്ത് നിൽക്കുക. ഇനി അതിനകത്ത് പൂമ്പാറ്റ എങ്ങനെ വന്നിരുന്നാ പൂമ്പുന്നത്? ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഈ ജനത്തിനെ അങ്ങേയറ്റം വലിപ്പിക്കാനാണ് പറയുന്നത്. ഇനിയും അവന്മാരുടെ പുറത്തോട്ട് നികുതി അടിച്ചു കയറ്റാൻ ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാക്കാന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തീവ്രമായി പോകും. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അഭിനയിക്കാതെ പറയുന്നത് കൊണ്ടാണ് ഇത്രയും തീവ്രമായിട്ട് നിങ്ങളോട് ഇത് പറയുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.